പശ്ചിമേഷ്യയുടെ യുദ്ധകളത്തിൽ ഇപ്പോൾ പുതിയൊരു ആയുധം പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. ഇതൊരു മിസൈലോ ഡ്രോണോ അല്ല, മറിച്ച് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ്. കൃത്യമായി പറഞ്ഞാൽ ആന്ത്രോപിക് കമ്പനിയുടെ ക്ലൗഡ് പ്ലാറ്റ്ഫോം. ഇറാനെതിരെയുള്ള ആക്രമണങ്ങൾക്കായി അമേരിക്ക ക്ലൗഡ് ഉപയോഗിച്ചു. ശത്രു ലക്ഷ്യങ്ങൾ കണ്ടെത്താനും രഹസ്യാന്വേഷണ വിവരങ്ങളിൽ നിന്ന് യുദ്ധതന്ത്രങ്ങൾ മെനയാനും സിമുലേഷനുകൾ തയ്യാറാക്കാനും ഈ AI സഹായിച്ചു. രസകരമായ കാര്യം എന്തെന്നാൽ ഈ ആക്രമണത്തിന് തൊട്ടു മുമ്പാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആന്ത്രോപിക് കമ്പനിയെ ഒരു ദേശീയ സുരക്ഷാ ഭീഷണിയായി പ്രഖ്യാപിച്ചത്. പെൻഡഗൺ ഇതിനെ റഷ്യയും ചൈനയും പോലെ ഒരു ശത്രുപക്ഷത്താണ് നിർത്തിയത്. എങ്കിലും ഈ പ്ലാറ്റ്ഫോം മാറ്റാൻ 6 മാസമെങ്കിലും എടുക്കുമെന്നാണ് സൈനിക വൃത്തങ്ങൾ പറയുന്നത്. അതുവരെ ക്ലൗഡിൻ്റെ സേവനം അമേരിക്ക തുടരും. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ചാറ്റ് ബോട്ട് പോലെയല്ല സൈന്യം ക്ലൗഡിനെ ഉപയോഗിക്കുന്നത്. അതിവേഗത്തിൽ വിവരങ്ങൾ വിശകലനം ചെയ്യാനും മനുഷ്യസാധ്യമായതിലും വേഗത്തിൽ ശത്രുക്കളുടെ നീക്കങ്ങൾ തിരിച്ചറിയാനും കഴിയുന്ന ഒരു വാർ റൂം അസിസ്റ്റൻ്റായാണ് ഇത് പ്രവർത്തിക്കുന്നത്. പ്രധാനമായും 3 കാര്യങ്ങൾക്കാണ് US സെൻട്രൽ കമാൻഡ് ഇത് ഉപയോഗിക്കുന്നത്: രഹസ്യാന്വേഷണ വിവരങ്ങളുടെ വിലയിരുത്തൽ, ശത്രു ലക്ഷ്യങ്ങൾ തിരിച്ചറിയാൻ, യുദ്ധ സാഹചര്യങ്ങളുടെ ആസൂത്രണം. ഫെബ്രുവരി 28 ശനിയാഴ്ച ടെഹ്റാനിൽ നടക്കാൻ പോകുന്ന ഒരു നിർണായക യോഗത്തെക്കുറിച്ച് CIAക്ക് വിവരം ലഭിച്ചു. ആയത്തുള്ള അലി ഖമേനി അടക്കമുള്ള ഇറാൻ്റെ ഉന്നത നേതാക്കൾ അവിടെ ഉണ്ടാകുമെന്ന് AI വിശകലനത്തിലൂടെ അവർ ഉറപ്പിച്ചു. ഈ വിവരങ്ങൾ ഇസ്രയേലിന് കൈമാറുകയും ചെയ്തു. തുടർന്ന് നടന്ന മിസൈൽ ആക്രമണത്തിൽ അലി ഖമേനി അടക്കമുള്ള നേതാക്കൾ കൊല്ലപ്പെടുകയും ചെയ്തു. ദിവസങ്ങളെടുക്കുന്ന വിശകലനങ്ങൾ മണിക്കൂറുകൾക്കുള്ളിൽ തീർക്കാൻ AI സഹായിക്കുന്നു. തീരുമാനങ്ങൾ എടുക്കുന്നത് എപ്പോഴും മനുഷ്യരാണെങ്കിലും ആ പ്രക്രിയയുടെ വേഗത AI വല്ലാതെ വർദ്ധിപ്പിച്ചിരിക്കുന്നു. യുദ്ധങ്ങളുടെ ഭാവി ഇനി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കൈകളിലാണെന്ന് ഈ സംഭവം തെളിയിക്കുന്നു.